ഈസ്റ്റർ ദിനത്തിൽ കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കാൻ ഒരുങ്ങി മലേഷ്യയിൽ 2000ഓളം പേർ. മലേഷ്യയിൽ ഇന്ന് സായാഹ്നത്തിൽ നടക്കുന്ന പുനരുത്ഥാന ശുശ്രൂഷവേളയിൽ വിശ്വാസികൾ മാമോദിസ സ്വീകരിക്കുകയും കത്തോലിക്ക വിശ്വാസം പ്രഖ്യാപിക്കുകയും ചെയ്യും. മലേഷ്യയിലെ കോലാലംപൂർ അതിരൂപത, മലാക്ക ജോഹൂർ രൂപത, പെനാങ് രൂപത, മലേഷ്യയുടെ വിവിധ ഉപദ്വീപുകളിൽ നിന്നുള്ള വിശ്വാസികളാണ് മാമോദിസ സ്വീകരിക്കാൻ ഒരുങ്ങുന്നത്. മലേഷ്യയുടെ ഉപദ്വീപിൽ 1047 ആളുകളാണ് മാമോദിസ സ്വീകരിക്കുന്നതിനായി ആത്മീയമായി തയ്യാറെടുക്കുന്നത്. ക്വാലാലംപൂർ അതിരൂപതയിൽ 549 ആളുകളാണ് ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നത്. ഇവർക്ക് വേണ്ടിയുള്ള ഒരുക്ക ശുശ്രൂഷകൾ തിരുകുടുംബ ദേവാലയത്തിൽ വെച്ച് ആർച്ച് ബിഷപ്പ് ജൂലിയൻ ലയോവിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നു. ജൂബിലി വേളയിൽ പ്രത്യാശയുടെ തീർത്ഥാടകരാകുവാൻ വിളിക്കപ്പെടുന്ന വേളയിൽ നാം എല്ലാവരും തന്റെ ജനതയുടെ ഭാഗമാകുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന് ആർച്ച് ബിഷപ്പ് ഓർമ്മപ്പെടുത്തി. മലാക്ക ജോഹൂർ രൂപതയിലെ 17 ഇടവകകളിൽ നിന്നുള്ള 281-ലധികം ആളുകളാണ് മാമോദിസ സ്വീകരിക്കുന്നത്. ഇവരെ സ്വാഗതം ചെയ്തുകൊണ്ട് ബിഷപ്പ് ബെർണാഡ് പോൾ സംസാരിച്ചു. ദൈവത്തിന്റെ സ്വപ്നം നാം അവനിൽ ഒന്നായിരിക്കുക എന്നതാണെന്ന് ബിഷപ്പ് സന്ദേശത്തിൽ പറഞ്ഞു. മലേഷ്യയുടെ ദ്വീപ് പ്രദേശമായ മലേഷ്യൻ ബൊർണിയോയിൽ കോട്ട് കിനബാലു അതിരൂപതയിലെ വിവിധ ഇടവകകളിൽ നിന്നുള്ള 1125 വിശ്വാസികളാണ് ഈസ്റ്റർ സായാഹ്നത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നത്. ആർച്ച് ബിഷപ്പ് ജോൺ വോങ് കത്തോലിക്ക സഭയിൽ ചേരുവാനുള്ള ഇവരുടെ തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയും അവർക്കു വേണ്ടി തന്റെ പ്രാർത്ഥനകൾ ഉറപ്പു നൽകുകയും ചെയ്തു. പ്രാരംഭ കൂദാശകളായ ജ്ഞാനസ്നാനം, വിശുദ്ധ കുർബാന, സ്ഥൈര്യലേപനം എന്നിവ ഒരുമിച്ചാണ് വിശ്വാസികൾ സ്വീകരിക്കുന്നത്. ചർച്ച് ഡെസ്ക്, ഷെക്കേന ന്യൂസ്.